السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على من لا نبي الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ലാഹു തആല ഒരു പ്രമുഖ താബഈ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പഠനത്തിന് വേണ്ടി ആദ്യമായി ഡമാസ്കസിലെത്തി. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിമീങ്ങളുടെ പള്ളിയിൽ പ്രവേശിച്ചു. അദ്ദേഹം നോക്കുകയാണ് ആളുകൾ എവിടെയാണ് ഇരിക്കുന്നത്, ആരാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതൻ എന്നുള്ളത്. അപ്പം അദ്ദേഹം ഒരു മനുഷ്യനെ കാണുകയാണ്. ആളുകൾ ചുറ്റും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിന് ചുറ്റും ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്താണോ കേൾക്കുന്നത് അത് പഠിക്കാൻ വേണ്ടി ആളുകൾ അവിടെ ഇരിക്കുന്നു. ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ ഇദ്ദേഹത്തെയാണ് നോക്കുന്നത്. ഇദ്ദേഹം പറയുന്നതാണ് അവസാനത്തെ വാക്ക്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് ആരാണ് ഈ വ്യക്തി? അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് ആ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനോ വ്യക്തിയോ അദ്ദേഹമാണ് എന്ന് ഈ അബൂ ഇദ്രീസിന് മനസ്സിലായപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് ആരാണ്? അവർ പറഞ്ഞു, ഇതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിറ്റേ ദിവസം ആ പള്ളിയിലേക്ക് പോവുകയാണ്. നമസ്കാരം അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ നമസ്കാരം അവസാനിച്ചതിന് ശേഷം അദ്ദേഹം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, സലാം പറഞ്ഞുകൊണ്ട്, ഇന്നി ഉഹിബ്ബുക ലില്ലാ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന് ഇൽമിനോടുള്ള സ്നേഹം കൊണ്ടാണ് അബൂ ഇദ്രീസ് സിറിയയിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ ആ ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മുആദ് ഇബ്നു ജബലിനോട് ഇഷ്ടം തോന്നുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹു ആണ് സത്യം, നിങ്ങൾ പറയുന്നത് സത്യമാണോ? അള്ളാഹു ആണ് സത്യം എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. 3 പ്രാവശ്യം അദ്ദേഹം ആവർത്തിക്കുന്നു. 3 പ്രാവശ്യവും അബൂ ഇദ്രീസ് പറയുന്നു, അള്ളാഹു ആണ് സത്യം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എങ്കിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അബൂ ഇദ്രീസിനെ പിടിച്ചിട്ട് കുറച്ചടുത്തേക്ക് നീക്കിയിട്ട് അദ്ദേഹത്തോട് പറയാണ്, അബ്ശിർ, നീ സന്തോഷ വാർത്ത അറിഞ്ഞോളൂ. ഞാൻ കേട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അഥവാ ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എൻ്റെ സ്നേഹം ഞാൻ പരസ്പരം എൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർക്കായി ഞാൻ നൽകുന്നതായിരിക്കും. അഥവാ പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പരസ്പരം ആളുകളെ വിസിറ്റ് ചെയ്യുന്ന അഥവാ സന്ദർശിക്കുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരസ്പരം ആളുകൾക്ക് നൽകുന്ന ആളുകൾ അഥവാ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കേറെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു ഹദീസാണിത് എന്ന് മനസ്സിലാക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. അബൂ ബുഖരിയ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഞാൻ ആദ്യമായി ഞാൻ ഈ പള്ളിയിൽ ഹിംസിന്റെ പള്ളിയിൽ കയറിയപ്പോൾ ഈ മനുഷ്യനെ ഞാൻ കണ്ടു. ചുറ്റും ആളുകൾ ഇരിക്കുന്നത്, ഈ മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നതും എല്ലാം മുത്തും പവിഴങ്ങളുമാണ്. അഥവാ അത്രയേറെ വിലപ്പെട്ട കാര്യങ്ങളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ പണ്ഡിതന്മാർ അഥവാ അത്രയേറെ ആലിമീങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ നേതാക്കന്മാർ, അവരുടെ ഇൽമ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവർ കുറച്ചേ സംസാരിക്കുള്ളൂ, പക്ഷെ ആ സംസാരിക്കുന്നതിൽ വലിയ അർത്ഥങ്ങളും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സയ്യിദു ശുഹദാക്കളുടെ നേതാവ് സ്വർഗത്തിൽ അത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. മുഅദ്ദിനീന്റെ അദാൻ കൊടുക്കുന്ന ബാങ്ക് കൊടുക്കുന്നവരുടെ നേതാവ് സ്വർഗത്തിൽ അത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ഉലമാക്കളുടെ നേതാവ് സയ്യിദുൽ ഉലമ, യൗമുൽ ഖിയാമയിൽ സയ്യിദുൽ ഉലമ ആയിട്ട് വരുന്നത് മുആദ് ഇബ്നു ജബൽ ആണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്നത്തെ എല്ലാ ഉലമാക്കളുടെയും മുന്നിലായിരുന്നു. അഥവാ എല്ലാ ഉലമാക്കളുടെയും നേതാവാണ് മുആദ് ഇബ്നു ജബൽ എന്നതാണ്. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന സഹാബിയാണ്. പക്ഷെ നമ്മൾ അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല, അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു സഹാബി കൂടിയാണ് മുആദ് ഇബ്നു ജബൽ. ഇമാം അൽ ഫുഖഹാക്കളുടെ ഇമാം, കെൻസൽ ഉലമ എന്നൊക്കെ അദ്ദേഹത്തിന് വിളിപ്പേരുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. അദ്ദേഹം നല്ല ഒരു ആകൃതിയുള്ള, നല്ലൊരു ഉയരവും നല്ല സൗന്ദര്യവുമുള്ള, നല്ല തുടുത്ത കണ്ണുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അഥവാ കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു സഹാബിയായിരുന്നു മുആദ് ബിൻ ജബൽ. അദ്ദേഹം മിണ്ടാതെ നടക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുമാറുണ്ടായിരുന്നു. അഥവാ അത്രയേറെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മദീനയിൽ യുവാക്കളുടെ ഇടയിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആൻ നിങ്ങൾ 4 ആൾക്കാരിൽ നിന്നാണ് എടുക്കേണ്ടത്. 1 ഇബ്ൻ മസ്ഊദ് ആണ്, 2 ഉബയ്യ് ഇബ്ൻ കഅബ് ആണ്, 3 മുആദ് ആണ്, 4 സാലിം മൗല അബി ഹുദൈഫ. ഈ ഉബയ്യ് ഇബ്ൻ കഅബും മുആദും 2 പേരും അൻസാരികളായിരുന്നു.
എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുആദ് റളിയല്ലാഹു അൻഹു മുസ്അബ് ബിൻ ഉമൈറിന്റെ ദഅവത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് വെറും 11 വയസ്സാണ് പ്രായം. അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ ഈ ബൈഅത്തുൽ സാനിയിൽ പങ്കെടുത്ത ഒരു സ്ത്രീ കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്. രണ്ടുപേരും ബനു സലീമ എന്ന ഗോത്രത്തിൽ നിന്നും, അഥവാ ഖസ്റജിന്റെ ഒരു സബ് ട്രൈബ് ആയിരുന്നു ബനു സലീമ. മുആദും കൂടി ഈ അംർ ബിൻ ജമൂഹ്, അതാ സുഹൃത്തിന്റെ ഉപ്പയുടെ വിഗ്രഹത്തെ എടുത്തുകൊണ്ട് ഒരു പ്രാവശ്യം, ഇത് ചരിത്രത്തിൽ ഒരു സംഭവമായി നമുക്ക് കാണാൻ സാധിക്കും, അവർ ഈ വിഗ്രഹത്തെ വലിച്ചെറിയുകയും ആ വിഗ്രഹത്തിന് ചുറ്റും ചളി പുരട്ടുകയും ആ വിഗ്രഹത്തിന് മുകളിൽ ഒരു വാള് കെട്ടിത്തൂക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം വന്ന് എന്റെ വിഗ്രഹം എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് ഇത് നടക്കുമ്പോൾ ഇവർ കാണിച്ചു കൊടുക്കുന്നത് ഇതാ ചവറ്റുകുട്ടയിൽ. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് ഈ വിഗ്രഹത്തിന് സ്വയം അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് ഈ മുആദുമാർ അംർ ബിൻ ജമൂഹിനോട് ചോദിക്കുകയും ഈ 2 പ്രാവശ്യം തുടർച്ചയായിട്ട് ഈ സംഭവം നടന്നപ്പോൾ അംർ ബിൻ ജമൂഹ് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എപ്പോഴും അഹ്ലി കിതാബിന്റെ, അഥവാ ജൂതന്മാർ ഏറ്റവും അധികം മദീനയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് നിരന്തരം മുആദ് ബിൻ ജബൽ സംവാദം നടത്താറുണ്ടായിരുന്നു. നിങ്ങൾക്കാണ് നമ്മളെക്കാളും മുന്നേ ആയിട്ട് ഒരു പ്രവാചകൻ വരുന്നതായിട്ട് അറിയുന്നുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ പറ്റി നിങ്ങളുടെ കിതാബിലാണുള്ളത്, എന്നിട്ടും നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല എന്ന് കാരണസഹിതം വളരെ ലോജിക്കൽ ആയിക്കൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അഹ്ലി കിതാബിന്റെ ആളുകളോട് നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ എപ്പോഴും കൂടെ കൂട്ടി. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി മുആദ് ബിൻ ജബലിൽ വലിയ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല സാധ്യത ഉണ്ട്, അദ്ദേഹത്തിന് നന്നായി ഇൽമ പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ കൂടെ കൂട്ടി. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വയസ്സ് വളരെ കുറവാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷെ എന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം അദ്ദേഹത്തെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മുആഖ എന്നൊരു സമ്പ്രദായം, അഥവാ ഹിജറ കഴിഞ്ഞു വരുമ്പോൾ മുഹാജിറുകളായ ആളുകൾക്ക്, അഥവാ ഹിജറ ചെയ്ത് വന്ന വ്യക്തിക്ക് അൻസാരികളിൽ നിന്നൊരു സഹോദരനെ ഇസ്ലാം പ്രവാചകൻ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ ആ ഒരു സാഹോദര്യം എന്ന് പറയുന്ന അത് ഒരു ശക്തമായ സാഹോദര്യ ബന്ധം രൂപപ്പെട്ടിരുന്നു ആ ഒരു സമയത്ത്. കാരണം ഹിജറ വന്ന ആളുകളെ സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്തം കൂടി അൻസാരികൾക്ക് ഉണ്ടായിരുന്നു. ആ മുആഖയുടെ ഭാഗമായിട്ട് മുആദ് ബിൻ ജബലിന് കിട്ടിയ സഹോദരനായിരുന്നു ഇബിൻ മസ്ഊദ്. ഇബിൻ മസ്ഊദ് ആണ് ഏറ്റവും അധികം സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഒരു സഹാബി കൂടിയായിരുന്നു ഇബിൻ മസ്ഊദ്. രണ്ടുപേരും ആ ഒരു മുആഖയുടെ ഭാഗമായിട്ട് സഹോദരന്മാരായിരുന്നു. അങ്ങനെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ബദറിന്റെ സമയത്ത് കൃത്യം ആ ഒരു വയസ്സെത്ത്, അഥവാ 15 വയസ്സാണ് യുദ്ധം ചെയ്യാനുള്ള പ്രായം. മുആദ് ബിൻ ജബൽ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ആ ഒരു പ്രായത്തിലേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഖുർആനിനോടുള്ള സ്നേഹം കാരണം അദ്ദേഹം കുത്താബുൽ വഹി എഴുതി വെക്കുന്ന ആളുകളിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഉമ്മത്തിൽ ഹലാലും ഹറാമും ഏറ്റവും നന്നായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായി ആണ് മുആദ് ബിൻ ജബൽ എന്നുള്ളതാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാനില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ മുആദിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറയാറുണ്ടായിരുന്നു. അത് എത്രത്തോളം വലിയൊരു ആദരവാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്, ഞാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതത്തിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത് മുആദ് ബിൻ ജബലിന്റെ അടുത്തേക്കാണ് എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും എന്തെങ്കിലും ഫിഖ്ഹി മസലകൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോകണം എന്നുള്ളത്. മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ ചോദിക്കണം, യാ മുആദ് ലബ്ബൈക യാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കുന്നു. ബാ വസഇദൈക എന്ന് പറയുന്നു. അപ്പൊ പ്രവാചകൻ മിണ്ടായിരിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം പ്രവാചകൻ മുആദ് ബിൻ ജബലിനെ വിളിക്കുകയാണ്. അപ്പോൾ ബാ വസഇദൈക, അതേ പറഞ്ഞോളൂ പ്രവാചകരെ എന്ന് പറയുമ്പോൾ ഒടുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനോട് ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമയുടെ മേലുള്ള ആ ഒരു അവകാശം, ഹക്ക് എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമോ? മുആദ് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അതാണ് അതിന്റെ ഒരു മര്യാദ, പ്രവാചകനാണ് അറിയാം എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ എന്താണോ പറയാനുള്ളത് അത് കേൾക്കുക എന്നുള്ളതായിരിക്കും സഹാബത്തിന് ഏറ്റവും ഉചിതമായ കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ഹക്ക് എന്നുള്ളത് അടിമകൾ അവനെ മാത്രം ആരാധിക്കുകയും അവന് പങ്ക് ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചു നേരം മിണ്ടാതിരുന്നതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുആദിനോട് ചോദിക്കുകയാണ്, അടിമക്ക് അള്ളാഹുവിന്റെ മേലുള്ള ഹക്ക് എന്താണെന്ന് അറിയാമോ? അഥവാ ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ അള്ളാഹ്ക്കുള്ള ഹക്ക് അടിമ കൊടുത്തു കഴിഞ്ഞാൽ, അഥവാ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനിൽ പങ്കു ചേർക്കാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് അടുത്തുനിന്ന് നമ്മൾക്കൊരു ഹക്ക് കിട്ടാനുണ്ട്. ആ ഹക്ക് എന്താണോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ലഭിക്കുന്ന ഹക്ക് എന്നുള്ളത്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് ഏറെ സന്തോഷമായി കൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, ഞാനിത് എല്ലാവരോടും പറയും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിട്ട് പറഞ്ഞു, അല്ല, ആളുകൾ മടിയന്മാരാകും, അതുകൊണ്ട് ഇപ്പോൾ പറയേണ്ടതില്ല. അത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന് മരണത്തോട് അടുക്കുമ്പോഴാണ്. അഥവാ ഇൽമ മൂടിവെക്കും എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കുറ്റം എൻ്റെ മേലിൽ വരും എന്ന് ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, എന്ന് ഭയപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്, എന്ന് ഭയപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ അതുപോലെ മറ്റൊരു യാത്രയിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരു ഉപദേശം ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത ഉപദേശമാണ് ഇത്തഖില്ലാഹ ഹൈസമാ കുൻത, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എവിടെയാണെങ്കിലും എന്ന് പറയുന്ന ഹദീസ്. ഇത്തഖില്ലാഹ ഹൈസമാ കുൻത വഅത്ബിഉ സയ്യിഅത്തൽ ഹസന എന്ന് പറയുന്ന വളരെ സുന്ദരമായ ഒരു ഹദീസ് കാണാൻ അത് മുആദ് ബിൻ ജബലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രണ്ട് സഹാബത്ത് തല്ലുകൂടുന്നത് കാണാൻ. അപ്പോൾ പ്രവാചകൻ മുആദിനോട് പറയുകയാണ്, എനിക്കറിയാവുന്ന ഒരു വാക്ക്, ആ വാക്ക് ഇവർക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നുവെങ്കിൽ ഇവരുടെ ആ ദേഷ്യം ഉടനെ പോകുമായിരുന്നു. അപ്പൊ എന്താണ് ആ വാക്ക് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ മുആദിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ ഈ ഒരു അറിവ് പ്രവാചകൻ ആ തല്ല് കൂടുന്ന ആളുകൾക്ക് അപ്പൊ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തല്ല് കൂടുന്ന അല്ലെങ്കിൽ ആ ഇമോഷൻസ് അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ പോകരുത്. അഥവാ അവർ ചിലപ്പോൾ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച് അവരിപ്പോഴുള്ള അവസ്ഥയേക്കാൾ മോശമായ അവസ്ഥയിലേക്ക്, കാരണം ഒരു പക്ഷേ അവർ ആ ഒരു സന്ദർഭത്തിൽ ശൈത്താൻ അവരെ ഓവർകം ചെയ്തിട്ട് അവർ ചിലപ്പോൾ പ്രവാചകനോട് പോലും ദേഷ്യപ്പെട്ടേക്കാം. പക്ഷെ അവർ തമ്മിൽ ദേഷ്യപ്പെടുന്ന പോലെ അല്ലല്ലോ പ്രവാചകനോട് ദേഷ്യപ്പെടുന്നത്. അതിന്റെ ഗൗരവം വളരെയേറെ വലുതാണ് എന്ന് പ്രവാചകൻ അറിയാം. അതുകൊണ്ട് അവരെ ഷെറിൽപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ അപ്പോൾ അവരെ ഉപദേശിക്കാതിരുന്നത്. ഇത് നമുക്ക് ദഅവ രംഗത്ത് സജീവമായിട്ടുള്ള ആളുകൾക്ക് വലിയ ഒരു പാഠമാണ്. നമ്മൾ ആളുകളുടെ അവസ്ഥയും അവരുടെ വികാരങ്ങളും അവരുടെ ആ ഒരു സാഹചര്യവും മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോവാൻ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. മുആദ് റളിയല്ലാഹു അൻഹു പറയാ, ഈ പ്രവാചകന്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചതിന് ശേഷം അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടുത്തെ പള്ളിയിൽ ഇശാ ജമാഅത്തിന് നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് നമുക്ക് ഒരാളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കുന്ന ആളുടെ നിയത്തോ നമ്മുടെ നിയത്തോ രണ്ടും രണ്ടാണ്. അഥവാ അദ്ദേഹം ചിലപ്പോൾ സുന്നത്തായിരിക്കും നിസ്കരിക്കുന്നുണ്ടാവുക, നമ്മൾ ചിലപ്പോൾ ഫർദായിട്ടുള്ള ഇശാ ആയിരിക്കും, അദ്ദേഹത്തെ നമ്മൾ തോണ്ടി ബാക്കിൽ നിന്ന് നിസ്കരിക്കുമല്ലോ. അപ്പൊ അത് ശരിയാണോ അല്ലേ എന്നുള്ളതിൽ പറ്റും, അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർക്ക് ഉദ്ധരിക്കുന്ന തെളിവാണത്. അപ്പോൾ മുആദ് പോയിട്ട് ഇവർക്ക് നേതൃത്വം നൽകുമ്പോൾ സൂറത്തു ബഖറയും സൂറത്തു ആലു ഇമ്രാനൊക്കെയാണ് ഇശായിൽ ഓതുന്നത്. അപ്പോൾ ഒരു പ്രായമായ ഒരു മനുഷ്യൻ പരാതിപ്പെട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദ്ദേഹം മുനാഫിക്കായി കഴിഞ്ഞിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അറിഞ്ഞപ്പോൾ മുആദിനോട് ചോദിച്ചത്, അൻത ഫത്താൻ, നീ ഒരു ഫത്താനാണോ, ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ എന്നാണ് ചോദിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിൽ മുആദിനെ വിമർശിച്ചുകൊണ്ട് പറയാണ്, നീ ചെറിയ സൂറത്തുകൾ ഓതുക, സൂറത്തു ഷംസും സൂറത്തു ലൈലും സൂറത്തു ദുഹാക്കാണ് ഫർള് നിസ്കാരങ്ങളിൽ ഓതേണ്ടത് എന്ന് മുആദ് ബിൻ ജബലിന് വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആളുകൾ നരകത്തിൽ നാവ് കാരണം പ്രവേശിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും നാവ് കാരണം പ്രവേശിക്കും. അഥവാ നാവ് കൊണ്ടുള്ള ഒരുപാട് തിന്മകൾ നിലവിലിരിക്കെ ആ തിന്മകളിലെല്ലാം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ നരകത്തിൽ പോകാൻ മറ്റൊരു കാരണം വേണ്ടി വരില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മദ്യത്തിന് നേരെ തഹരീം ഇറങ്ങിയപ്പോൾ, അഥവാ മദ്യം ഹറാമാക്കി ആയത്ത് ഇറങ്ങിയ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു മദ്യപിക്കുന്ന ഒരു സംഘത്തിലുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, മുആദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അൽ അശ്അരി തമ്മിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവർ ദിവസം ദീന് അല്ലെങ്കിൽ അവരുടെ ഒരു റുട്ടീനും എത്ര സമയം ദീനിന് നിസ്കരിക്കാനും ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കും എന്നുള്ളത്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, എനിക്കൊരു രഹസ്യമുണ്ട്, എനിക്കൊരു സീക്രറ്റ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നിസ്കാരത്തിനുള്ള അജ്ർ അഥവാ സവാബ് അഥവാ നിസ്കാരത്തിലുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് പോലെ തന്നെ ഞാൻ ഉറങ്ങുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് പ്രതിഫലം ചോദിക്കും എന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും അഥവാ നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ജോലിക്ക് പോകുന്നത് നമുക്ക് റിസ്ക് വേണം, അപ്പൊ നമ്മൾ ഇതെല്ലാം നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് മുആദ് ബിൻ ജബൽ ഈ ഹദീസ്. ഇപ്പൊ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ഉറങ്ങുന്നത് നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിയാണ്. ക്ഷീണം മാറ്റുന്നത് എന്തിനാണ്? നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ. ആ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, അള്ളാഹനെ ആരാധിക്കുക എന്നുള്ളതാണല്ലോ ഉണർന്ന് എഴുന്നേറ്റ് നമ്മൾ ചെയ്യുക ഒരു ദിവസം. അപ്പൊ അങ്ങനെ ആ ഉണർന്ന് എഴുന്നേറ്റ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി എനിക്ക് ഉണർവ് ലഭിക്കാൻ, എന്റെ ക്ഷീണം മാറ്റാൻ ഞാൻ ഉറങ്ങുന്നു എന്ന നിയത്തോടു കൂടി ഒരാൾ ഉറങ്ങുമ്പോൾ ആ ഉറങ്ങുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നു. ഇനി നമ്മൾ റിസ്ക് നേടാൻ വേണ്ടി നമ്മൾ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച്
ആ സമ്പാദ്യം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തെ പോറ്റണം, നമുക്ക് ജീവിക്കണം. ആ ഒരു നിയത്തോടു കൂടി നമ്മൾ രാവിലെ മുതൽ ജോലിക്ക് പോകുമ്പോൾ ആ 8, 9, 10 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നതും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ജീവിതം മുഴുവനും നമുക്ക് ഇബാദത്താക്കി കൃത്യമായ നിയത്തോടു കൂടി അള്ളാഹുവിനെ ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിതം തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ ഇബാദത്താക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു വലിയ പാഠത്തിലേക്കുള്ള സൂചനയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നൽകുന്ന ഈ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൻ ഫതഹിന് ശേഷം, മക്ക പിടിച്ചടക്കിയതിനു ശേഷം പ്രവാചകൻ മദീനയിലേക്ക് തിരിച്ചു പോയപ്പോൾ അദ്ദേഹം മക്കക്കാർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് മുആദ് ബിൻ ജബലിനെയാണ്. അഥവാ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഖുറൈശികൾക്ക് കണ്ടിരുന്ന ഒരു മേന്മ ഒക്കെ ആ ഒരു സമയത്ത് അതിനെ പൊളിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് മുആദ് ബിൻ ജബലും, അതോടൊപ്പം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇൽമ് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. മുആദ് ബിൻ ജബലിനെയാണ് മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പഠിക്കാൻ ഏൽപ്പിച്ചത് എന്നുള്ളതും കാണാൻ സാധിക്കും. ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ അൽ ഖത്താബിനെ തിരുത്തുകയാണ് ഒരു പബ്ലിക് ആയിക്കൊണ്ട് ഒരു ജഡ്ജ്മെന്റിൽ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇന്ന് സ്ത്രീകൾ മുആദ് ബിൻ ജബലിനെ പോലെയുള്ള കുട്ടികൾക്ക് ജന്മം നൽകുന്നില്ല, അഥവാ മുആദ് ബിൻ ജബൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉമർ സ്വയം നശിച്ചു പോയേനെ എന്നുള്ളത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് മുആദ് ബിൻ ജബലിനോട് അത്രയേറെ സ്നേഹമുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിനെ ഒട്ടകപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ യമനിലേക്ക് യാത്ര അയക്കുകയാണ്. അതൊരു ഒരു ഒരു വളരെ വലിയൊരു സംഭവമായിട്ട് വലിയൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മുആദ് റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കുകയാണ്. ഈ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് അദ്ദേഹത്തെ പുറത്തേക്ക് യാത്രയാക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, യാ മുആദ് ഇന്നി ല ഉഹിബ്ബുക്, ഞാൻ നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്നുള്ളത്. വ അന ഉഹിബ്ബുക യാ റസൂലുള്ളാഹ്, ഞാൻ തിരിച്ചും അങ്ങേയും സ്നേഹിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയോട് ഞാൻ നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുആദ് ബിൻ ജബലിനോട് മാത്രമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയാണ്. നിസ്കാരത്തിന്റെ അവസാനം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന നീ നിർബന്ധമായും എല്ലാ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു, അഥവാ തശഹുദിൽ. അതിനുശേഷം അദ്ദേഹത്തെ മുആദ് ബിൻ ജബലിനോട് ഉപദേശങ്ങൾ കൊടുക്കുന്നതിനിടയിൽ ചോദിക്കുകയാണ്, നീ ഒരു വിധി പുറപ്പെടുവിപ്പിക്കുന്ന അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നീ എങ്ങനെയാണ് വിധി കണ്ടെത്തുക, അഥവാ അതിനുള്ള മറുപടി കണ്ടെത്തുക, ജഡ്ജ്മെന്റ് കണ്ടെത്തുക? മുആദ് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് തിരയും. അപ്പൊ നീ അത് അള്ളാഹുവിന്റെ കിതാബിൽ അഥവാ ഖുർആനിൽ കണ്ടിട്ടില്ലെങ്കിലോ? ഞാൻ സുന്നത്തിലേക്ക് തിരിയും. അപ്പൊ നീ രണ്ടിലും കണ്ടിട്ടില്ലെങ്കിലോ? അപ്പോ മുആദ് ബിൻ ജബൽ പറഞ്ഞത്, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കണ്ടെത്തും, ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും അധികം യോജിക്കുന്ന ഒരു അഭിപ്രായത്തിലേക്ക് ഞാൻ എത്തിപ്പെടും ഇന്ന് ഞാൻ ഗവേഷണം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ നെഞ്ഞത്ത് തട്ടിയിട്ട് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്തുതിയും, അള്ളാഹുവിന്റെ റസൂലിനെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചതിൽ അള്ളാഹുവിന് സർവസ്തുതിയും. അഥവാ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദിന്, അള്ളാഹുവിന്റെ റസൂലായ മുആദിന് പ്രവാചകനെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചതിൽ അള്ളാഹുവിന്റെ സർവസ്തുതിയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. എന്നിട്ട് അദ്ദേഹത്തിനും അബൂ മുസ്അ അശ്അരിയും രണ്ടുപേരെയും പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, ഈ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക, പരസ്പരം സഹകരിക്കുക. നീ അഹ്ലു കിതാബിന്റെ അടുത്തേക്കാണ് പോകുന്നത്, നീ അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് ക്ഷണിക്കുക. അവർ നിങ്ങളെ ആ വിഷയത്തിൽ അനുസരിച്ചു കഴിഞ്ഞാൽ നീ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി 5 നിസ്കാരങ്ങളെ പറ്റിയും സകാത്തിനെ പറ്റിയും പഠിപ്പിച്ചു കൊടുക്കുക. പണക്കാരിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അവർക്ക് സമ്പത്തിന്റെ വില എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിൽ നീ അവർ നിന്നെ ആ വിഷയത്തിൽ പിന്തുടർന്നു കഴിഞ്ഞാൽ നീ അവരോട് പറയുക, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള സമ്പത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സമ്പത്താണ്. മാത്രവുമല്ല, നീ ആക്രമിക്കപ്പെട്ട ആളുകളുടെ പ്രാർത്ഥനയെ തൊട്ട് നിങ്ങൾ രക്ഷ തേടുക. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയില്ല എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ജിസിയ എങ്ങനെയാണ് ലഭിക്കുന്നത്, അല്ലെ ജിസിയ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് മുആദിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നീ ഒരു പക്ഷേ ഇതായിരിക്കും നീ എന്നെ അവസാനമായി കാണുന്ന ഒരു സന്ദർഭം എന്നുള്ളത്. ഒരു പക്ഷെ നീ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നീ കാണുന്നത് എൻ്റെ ഖബറായിരിക്കാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, നീ കരയരുത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ മദീനയുടെ നേർക്ക് തിരിയുകയാണ്. മദീനയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറയാണ്, ഇന്ന ഔലൻ നാസ ബി അൽ മുത്തഖൂൻ മൻ കാനു വഹൈതു കാനു.
തീർച്ചയായും എൻ്റെ ആളുകൾ അവർ തഖ്വ പാലിക്കുന്നവരാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെല്ലാം പ്രവാചകന്റെ ആളുകളാണ്. അവരാരായിരുന്നാലും എവിടെയായിരുന്നാലും, എത്രയോ മൈലുകൾക്കപ്പുറം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച നമുക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു ഹദീസാണിത്. നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത ആളുകളാവാം. അതിന് ആകെ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അത്തരക്കാരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിന് എല്ലാവിധ ഉപദേശങ്ങളും നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പിന്നീട് പ്രവാചകനെ കണ്ടിട്ടില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോകുന്നു, ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. സിറിയയിൽ ഉള്ള സിറിയയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുആദ് ബിൻ ജബലിനെ ഉലമാക്കളുടെ നേതാവാക്കി അല്ലെങ്കിൽ ഹെഡ് സ്കോളറാക്കി മാറ്റുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട ആ പ്ലേഗിലാണ് മുആദ് ബിൻ ജബൽ മരണപ്പെടുന്നത്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറയുന്നുണ്ട്, എനിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അബൂ ഉബൈദയെ ആയിരിക്കണം നിങ്ങൾ, അബൂ ഉബൈദ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ഖലീഫയാക്കണം. അള്ളാഹു എന്നോട് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഉമ്മത്തിനും ഒരു വിശ്വസ്തനുണ്ട്, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ അബൂ ഉബൈദയാണ് എന്നുള്ളത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് മരണപ്പെട്ട സമയത്ത് ഈ ഒരു സാഹചര്യമാണ് ഇനി അബൂ ഉബൈദയാണ് മരണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുആദ് ബിൻ ജബലിനെ ആക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഈ മുആദ് ബിൻ ജബൽ ഉലമാക്കളുടെ നേതാവാണ് എന്നുള്ളത്. ഒരിക്കലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 400 ദിനാർ എടുത്തുകൊണ്ട് അബൂ ഉബൈദക്ക് കൊടുത്തയക്കുകയാണ്. എന്നിട്ട് ഒരു ഭൃത്യനെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ ഭൃത്യനോട് ചോദിക്കുകയാണ്, അദ്ദേഹം എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അദ്ദേഹം പോകുന്നു, ഇത് കൊടുക്കുന്നു, അമീറുൽ മുഅ്മിനീൻ നൽകിയതാണെന്ന് പറയുന്നു. അബൂ ഉബൈദ ഉമർ ബിൻ ഖത്താബിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ എല്ലാ 400 ദിർഹംസ് മുഴുവനും ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. ഉമറിന് ഏറെ സന്തോഷമായി. അദ്ദേഹം പിന്നീട് മുആദിന്റെ അടുത്തേക്കും ഈ ഒരു എമൗണ്ടുമായിട്ട് ഈ ഒരു സംഖ്യയുമായി കൊടുത്തയക്കുന്നുണ്ട്. മുആദും ഇതുപോലെ തന്നെ ആളുകൾക്ക് മുഴുവൻ വിതരണം ചെയ്യുന്നു. 2 ദീനാർ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നമ്മളും മിസ്കീന്മാരല്ലേ, നമ്മൾക്കും എടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ മുആദ് ബിൻ ജബൽ 2 ദീനാർ എടുത്തുകൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചിരിച്ചിട്ട് പറയാണ് അവർ സഹോദരന്മാരാണ് എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു മുആദിനെ സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിലൊക്കെ പരമാവധി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇതിൽ നിന്നും ഒരു സംഖ്യ പോലും എടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ എടുത്ത ഈ ഒരു സംഖ്യയെ പറ്റി മാത്രമാണ് ഉമറിനോട് ഒരു കൺസേൺ ആയിട്ട് അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാം ഈ ഒരു പ്ലേഗിൽ മരണപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിന് ഈ മരിക്കുന്ന സമയത്ത് വെറും 34 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മുആദ് ബിൻ ജബൽ നേടിയ ഒരു സ്ഥാനം എന്നുള്ളത് അത് പറഞ്ഞറിയിക്കാൻ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര വലിയ സ്ഥാനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ അടുത്ത ആളുകളായി, പ്രവാചകന്റെ അനുയായികളുടെ കൂട്ടത്തിൽ നമ്മയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.